ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് തിരുനെല്ലി അമ്പലത്തേക്കായിരുന്നു കേട്ടോ പോയത്. അവിടെ വയനാടുള്ളൊരു ക്ഷേത്രമാണത്. അവിടേക്ക് പോകുമ്പോൾ കുറേ കാട് കാണാം. അവിടെ ഞങ്ങൾ പുലർച്ചെ പോയ കാരണം ഞങ്ങൾ കുറേ മൃഗങ്ങളെ കണ്ടു. അവിടുത്തെ കാട് ഞങ്ങട്ട് കണ്ടില്ലേക്ക് ഇത്രയും കുറേ കാട് കിടക്കാണ്ട്. പിന്നെ അവിടെ മാനിനെ കണ്ടു, മുയലിനെ കണ്ടു, അങ്ങനെ പല പല മൃഗങ്ങളെ കണ്ടു. ആനേനെ കാണിച്ചു തരാമെന്ന് അച്ഛൻ പറഞ്ഞത്, പക്ഷെ അച്ഛൻ കാണിച്ചിരുന്നില്ല. പിന്നെ അവിടുത്തെ അമ്പലത്തേക്ക് കയറി. അവിടുത്തെ അമ്പലം കുറേ വലിയ കല്ലുകൊണ്ട് പണിഞ്ഞുള്ളതാണ്. കല്ലിങ്ങനെ അടുക്കി വെക്കുന്നത് നമ്മൾ കാണാറില്ലേ, അവിടെ അത് നോക്കി ഞങ്ങൾ നേരെ ബലിയിടാൻ പോയി. അച്ചാച്ചനുമായിട്ട് ബലിയിടാൻ പോയതാണ്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കുളത്തിൽ ഞങ്ങൾ ഇറങ്ങി കുളിച്ചു. പിന്നെ അവിടുത്തെ ബലിയിടുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ പിന്നെ ആ കുളത്തിലാണ് ഞങ്ങൾ കുളിച്ചത്. അവിടുത്തെ വെള്ളം കുറേ ആൾക്കാർ കുളിച്ചിട്ടുണ്ട് അവിടെ. ഞാൻ അച്ഛൻ ബലിയിട്ട് കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. ഞാൻ അതിനൊക്കെ മുന്നേ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനായിരുന്നു അതിനൊക്കെ മുന്നേ കുളിച്ചത്. അച്ഛൻ ബലിയിട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കുളിച്ചത്. പിന്നെ ഇവിടുത്തെ പടികൾ കയറാൻ നിസ്സാര പരിപാടിയല്ല കേട്ടോ, കുറേ കയറണം. പിന്നെ അവിടെ കുറേ കുളങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ നേരെ കിടന്ന് നിർത്തി അവിടെ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വീടിൻ്റെ മേലെ ഞങ്ങൾ പടി കയറുമ്പോൾ കണ്ടത് എന്തോരം കുരങ്ങന്മാരാ, എന്തോരം അല്ലേ. പിന്നെ അവിടെ അച്ഛൻ ആനേനെ കയറ്റിക്കൊണ്ട് അവിടെ വണ്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞതാ. കണ്ടില്ലേ വണ്ടി? KSRTC ആണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ വണ്ടി. അച്ഛൻ്റെ ആനേനെ കൊണ്ടുപോകണ വണ്ടി ഇതാണ്. എന്നാലും അവിടെ കുറേ വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ വണ്ടി കാണേണ്ടവരൊക്കെ കണ്ടു കേട്ടോ. ഗംഗാന്ന് എഴുതിയില്ല ഞങ്ങളുടെ വണ്ടി. പിന്നെ കുറേ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കൊട്ടിയൂർക്കായിരുന്നു നേരെ പോയത്. പിന്നെ ഞങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് അവിടുത്തെ കുറേ ക്യൂ നിൽക്കാൻ പോയി. ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ എവിടേക്ക് പോയി, എന്താ പറയുക, അവിടുത്തെ മരക്കല്ലൊക്കെ എടുത്ത് കാണുന്ന അവിടേക്ക് പോയി. കൊട്ടിയൂരിൻ്റെ വീട് ഞങ്ങൾ വേറെ പറയാം കേട്ടോ. പിന്നെ അവിടുത്തെ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചു. ഞാൻ കുറേ വെച്ചു കേട്ടോ, വലുതായി. പിന്നെയാണ് എൻ്റെ പൊട്ടിയത്. ഞാനിവിടെ കുറച്ച് നേരം നല്ലട്ട നിന്ന് വീട്ടുകളിൽ കാണിക്കാണ്ടാ ഒരു 100 മണിക്കൂർ നിന്നും അവിടെ നല്ല രസമുണ്ടായിരുന്നു. കാലൊക്കെ മുക്കിയേക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിട്ട് ആദ്യത്തെ അവിടെ കുളിക്കാൻ പോയിട്ടാ, കുളത്തിൽ കുളിക്കാൻ പോയി. പിന്നെ അവിടെ പൂരം നടക്കുന്ന സീസണിലായിരുന്നു ഞങ്ങൾ പോയി. അത് കാരണം ഞങ്ങൾ കുറേ കാഴ്ചകളും കാണാൻ നിന്നു. കുറേ ഞങ്ങൾ ക്യൂ നിൽക്കുന്ന സമയത്ത് കുറേ കൊട്ടൊക്കെ കേട്ടു വിട്ടാ. അവിടെ നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിൽ. ഞാൻ കുറേ നേരം നിന്നു കേട്ടാ. എന്നാൽ ടാറ്റാ, ബൈ ബൈ, സി യു.